ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ഇപ്പോൾ ഇവിടെ കുറഞ്ഞ ശമ്പളമുള്ള ജോലികളിൽ തുടരുന്നവർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇന്ന് പങ്കുവയ്ക്കാനുള്ളത്. 2026 ഏപ്രിൽ മാസം മുതൽ കാനഡ സർക്കാർ താൽക്കാലിക വിദേശ തൊഴിലാളി നിയമങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിരിക്കുകയാണ്. വിദേശികളെ ജോലിക്കെടുക്കുന്നതിന് മുൻപ് കാനഡയിലെ കമ്പനികൾ പാലിക്കേണ്ട നിയമങ്ങൾ കടുപ്പിച്ചിരിക്കുകയാണ് സർക്കാർ. ഇതുകൊണ്ട് എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം. പ്രധാനമായും 3 കാര്യങ്ങളാണ് മാറ്റം വന്നിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം ജോലിക്കായുള്ള പരസ്യം നൽകുന്ന രീതിയിലാണ്. മുൻപ് ഒരു കമ്പനിക്ക് വിദേശിയെ ജോലിക്കെടുക്കണമെങ്കിൽ 4 ആഴ്ച മാത്രം നാട്ടിൽ പരസ്യം നൽകിയാൽ മതിയായിരുന്നു. എന്നാൽ 2026 ഏപ്രിൽ 1-ാം തീയതി മുതൽ ഇത് 8 ആഴ്ചയായി വർദ്ധിപ്പിച്ചു. അതായത് തുടർച്ചയായി 2 മാസമെങ്കിലും കാനഡയിലുള്ളവർക്കായി ആ ജോലി ഒഴിവ് പരസ്യം ചെയ്യണം. ഇവിടെയുള്ള ആർക്കും ആ ജോലി വേണ്ട എന്ന് ഉറപ്പുവരുത്തിയാൽ മാത്രമേ ഇനി വിദേശികളെ വിളിക്കാൻ പറ്റൂ. ഈ 8 ആഴ്ചത്തെ പരസ്യം അപേക്ഷ നൽകുന്നതിന് മുൻപുള്ള 3 മാസത്തിനുള്ളിൽ തന്നെ നടന്നതാകണം. രണ്ടാമത്തെ മാറ്റം വളരെ രസകരമാണ്. കാനഡയിലെ യുവാക്കൾക്ക് ജോലി ഉറപ്പാക്കാൻ കമ്പനികൾ പ്രത്യേകം ശ്രമം നടത്തണം. 15 വയസ്സിനും 30 വയസ്സിനും ഇടയിലുള്ള കനേഡിയൻ യുവാക്കളെ ജോലിക്കെടുക്കാൻ കമ്പനി എന്തൊക്കെ ചെയ്തു എന്ന് സർക്കാരിനെ ബോധ്യപ്പെടുത്തണം. സ്കൂളുകളിലോ കോളേജുകളിലോ അറിയിപ്പ് നൽകിയോ യുവാക്കൾക്ക് വേണ്ടിയുള്ള പ്രത്യേക വെബ്സൈറ്റുകളിൽ പരസ്യം നൽകിയോ ഈ ശ്രമം നടത്തേണ്ടതുണ്ട്. ഇത് ചെയ്യാതെ വിദേശ തൊഴിലാളികൾക്കായി അപേക്ഷിക്കാൻ കമ്പനികൾക്ക് കഴിയില്ല. മൂന്നാമത്തെ കാര്യം തൊഴിൽ സ്ഥലങ്ങളിലെ വിദേശികളുടെ എണ്ണത്തെക്കുറിച്ചാണ്. സാധാരണഗതിയിൽ ഒരു കമ്പനിയിലെ ആകെ ജീവനക്കാരുടെ 10% മാത്രമേ വിദേശ തൊഴിലാളികൾ പാടുള്ളൂ എന്നാണ് നിയമം. എന്നാൽ ഗ്രാമീണ മേഖലകളിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾക്ക് ഒരു ചെറിയ ആശ്വാസം നൽകിയിട്ടുണ്ട്. അവർക്ക് ഈ പരിധി 15% വരെയാക്കാൻ അനുവാദമുണ്ട്. ഇത് 2027 മാർച്ച് വരെ മാത്രമേ അനുവാദമുണ്ടാകൂ. എന്നാൽ നിർമ്മാണം, ഭക്ഷ്യ സംസ്കരണം തുടങ്ങിയ മേഖലകളിൽ ഈ പരിധി 20% തുടരും. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം തൊഴിലില്ലായ്മ നിരക്കിനെ കുറിച്ചാണ്. കാനഡയിലെ ഏതെങ്കിലും ഒരു നഗരത്തിൽ തൊഴിലില്ലായ്മ 6% കൂടുതലാണെങ്കിൽ അവിടെ കുറഞ്ഞ ശമ്പളമുള്ള ജോലികൾക്കായി വിദേശികളെ എടുക്കുന്നത് സർക്കാർ താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ജോലിക്ക് ശ്രമിക്കുന്നവർ ഏത് പ്രവിശ്യയിലേക്കാണ് പോകുന്നതെന്ന് കൃത്യമായി അന്വേഷിക്കണം. വിദേശത്ത് നിന്ന് ജോലിക്ക് വരാൻ ആഗ്രഹിക്കുന്ന മലയാളികൾക്ക് ഇത് അല്പം വെല്ലുവിളിയാണ്. കാരണം കമ്പനികൾക്ക് ഇനി വിദേശികളെ എടുക്കാൻ കൂടുതൽ സമയവും പേപ്പർ വർക്കുകളും ആവശ്യമായി വരും. ഇത് വിസ നടപടികൾ വൈകാൻ കാരണമായേക്കാം. എന്നാൽ ഓർക്കുക, ഇത് കുറഞ്ഞ ശമ്പളമുള്ള ജോലികൾക്ക് മാത്രമാണ്. ഉയർന്ന വൈദഗ്ധ്യമുള്ള ജോലികൾക്കും കൃഷി സംബന്ധമായ ജോലികൾക്കും ഈ നിയമം ബാധകമല്ല. നിങ്ങൾ കാനഡയിലേക്ക് ജോലിക്ക് ശ്രമിക്കുന്നവരാണെങ്കിൽ ഇത്തരം നിയമമാറ്റങ്ങൾ അറിഞ്ഞിരിക്കണം. ആരെങ്കിലും വേഗത്തിൽ വിസ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് OTP നമ്പറുകളോ പണമോ ചോദിച്ചാൽ കൊടുക്കരുത്. പുതിയ നിയമങ്ങൾ വരുമ്പോൾ തട്ടിപ്പുകാർക്കും അത് വലിയൊരു അവസരമാണ്. അതുകൊണ്ട് ഔദ്യോഗിക വിവരങ്ങൾ മാത്രം വിശ്വസിക്കുക. ചുരുക്കത്തിൽ കാനഡ തങ്ങളുടെ നാട്ടുകാർക്ക് മുൻഗണന നൽകാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. എങ്കിലും നന്നായി ജോലി ചെയ്യുന്നവർക്ക് ഇപ്പോഴും ഇവിടെ വലിയ അവസരങ്ങളുണ്ട്. പുതിയ നിയമങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ പഠിക്കുക.